Hi all, welcome back the video. അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടിന്യൂസ് സെഷനാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ് വിൽ ഈസ് ഓപ്ഷൻ എ ഫിക്ടീഷ്യസ് ബട്ട് മേ നോട്ട് ബി ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓപ്ഷൻ ബി ഇൻടാഞ്ചിബിൾ ബട്ട് മേ നോട്ട് ബി ഫിക്ടീഷ്യസ് അസറ്റ്. ഓപ്ഷൻ സി ഇൻടാഞ്ചിബിൾ ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇൻടാഞ്ചിബിൾ ബട്ട് മേ നോട്ട് ബി ഫിക്ടീഷ്യസ് അസറ്റ് എന്നാണ്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം, ഇൻടാഞ്ചിബിൾ ആണെന്നറിയാം, അത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, ഫിക്ടീഷ്യസ് ബട്ട് മേ നോട്ട് ബി ഇൻടാഞ്ചിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ മേ നോട്ട് ബി ആ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കി ഇൻടാഞ്ചിബിൾ ആൻഡ് ഫിക്ടീഷ്യസ് എന്നാണ്. അപ്പോൾ എന്താ ഫിക്ടീഷ്യസ് ആണോ ഇല്ലയോ എന്നാണ് നോക്കണം. അപ്പോൾ ഫിക്ടീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഫിക്ടീഷ്യസ് മീൻസ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ റിയൽ അസറ്റ് ഓർ ലയബിലിറ്റി. ഒരു റിയൽ ആയിട്ടൊരു അസറ്റ് എന്നോ അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടോ കാണിക്കാത്തതിനെയാണ് എന്ത് ഫിക്ടീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗുഡ് വിൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. അതൊരു ഫിക്ടീഷ്യസ്, ഇറ്റ് മേ നോട്ട് ബി എ ഫിക്ടീഷ്യസ് അസറ്റ്. അതായത് അതെന്താണ് ഒരു ബിൽഡിങ്ങോ മെഷീനറി ഒക്കെ പോലെ ടാഞ്ചിബിളായ ഒരു അസറ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്സ്പെരിമെൻ്റൽ എക്സ്പെൻഡിച്ചർ. Option B plant rearrangement and removing cost. Option C development expenditure in the case of plantations. Option D none of the above. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലാത്തതെന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. തന്നിരിക്കുന്നതെല്ലാം എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എന്താണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു എ റവന്യൂ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് ലാർജ് ഇൻ എമൗണ്ട് and expected to give benefit over several accounting periods. ഒരു റവന്യൂ നേച്ചറിലുള്ള അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസിനെയാണെന്ത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ലാർജ് ഇൻ എമൗണ്ട് ആണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത് നടക്കുന്നത്. എക്സ്പെക്റ്റഡ് ടു ഗിവ് ബെനിഫിറ്റ്, അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സിൽ സെവറൽ അക്കൗണ്ടിങ് പീരിയഡ്സിലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറുകളെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നറിയാം. ഇറ്റ് ഈസ് റവന്യൂ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ചാർജ്ഡ് ടു ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇൻ ദ ഇയർ ഇറ്റ് ഈസ് ഇൻകേർഡ്. ആ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്നാണോ ഇൻകർ ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ആ എക്സ്പെൻഡിച്ചർ മൊത്തം എന്താണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യില്ല. പകരം എന്താണ് ഇയർലി അത് ചെറിയ ചെറിയ പ്രൊപ്പോർഷനായിട്ടായിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറുകളെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എക്സ്പെരിമെൻ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണല്ലേ, അതെന്താ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ കൊല്ലം മാത്രം കിട്ടുന്നതല്ല, ഒരുപാട് ഇയറിൽ നമുക്ക് കിട്ടുന്നതാണ്. സോ അതെന്താ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. 2 പ്ലാന്റ് റീ അറേഞ്ച്മെൻ്റ് ആണ് റിമൂവിങ് കോസ്റ്റ്. നമ്മുടെ പ്ലാന്റ്, അതായത് മെഷീൻ, നമ്മുടെ ഫാക്ടറി ഒന്ന് റീ അറേഞ്ച് ചെയ്യുക, അതെന്താണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ വർഷത്തേക്ക് മാത്രമല്ല, ഒരുപാട് കൊല്ലത്തേക്കാണ് ആ റീ അറേഞ്ച്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ഓപ്ഷൻ സി പറയുന്നത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റേഷൻസിന് കൂടുതൽ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരിക അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സുകളുണ്ട്. ഇതെല്ലാം എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദി എബോവ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following profit can be used for the payment of dividend? ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി താഴെ പറയുന്ന ഏതെല്ലാം പ്രോഫിറ്റ് യൂസ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. ഓപ്ഷൻ ബി പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. ഓപ്ഷൻ സി പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ റീ ഇഷ്യൂ ചെയ്ത സമയത്തുള്ള പ്രോഫിറ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിലേതാണ് നമുക്ക് ഡിവിഡൻഡ് പേയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയത്? കാരണം അതെന്താണ് നോർമൽ റവന്യൂ നേച്ചറിലുള്ള പ്രോഫിറ്റാണ്. താഴെ തന്നിരിക്കുക ഓപ്ഷൻ ബിയും സിയും നോക്കുക, അത് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അസറ്റ് റീവാല്യൂ ചെയ്യുക അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർ റീ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റുകളാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾക്കൊരിക്കലും എന്താണ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്താൻ പാടില്ല. അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് തന്നെയാണ്. നോക്കാം, ഡിവിഡൻഡ് ഷുഡ് ബി ഡിക്ലെയർഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി
ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. ദ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്, ശ്രദ്ധിക്കുക, ദ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ്. ക്യാപിറ്റൽ ട്രാൻസാക്ഷനിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is not a contingent liability? കണ്ടിജൻ ലയബിലിറ്റി അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഓപ്ഷൻ എ, ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ കമ്പനി മേ നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. ഓപ്ഷൻ ബി, ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് ബൈ ദ കമ്പനി ബട്ട് നോട്ട് യെറ്റ് മെച്യൂർഡ്. ഓപ്ഷൻ സി, arrears of dividend on cumulative preference shares issued by the company. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ് ആണ്. അതായത് തന്നിരിക്കുന്ന എല്ലാം എന്താണ്? കണ്ടിജൻ ലയബിലിറ്റി ആണ്. കണ്ടിജൻ ലയബിലിറ്റി അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കണ്ടിജൻ ലയബിലിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം. ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29 അല്ലെങ്കിൽ ഇൻ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 പ്രകാരം കണ്ടിജൻ അസറ്റിനെ എന്താണ് ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. Contingent asset is a possible asset that arises from past events and whose existence will be confirmed only by the occurrence of non-occurrence of one or more uncertain future events not wholly within the control of the enterprise. അവിടെ പറയുന്നത് എന്താണ്? ഒരു പോസിബിൾ അസറ്റാണ്. ഇറ്റ്സ് എ പോസിബിൾ അസറ്റ്, നമുക്ക് വരാൻ പോകുന്ന അസറ്റാണ്, പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്, കഴിഞ്ഞു പോയ ഇവൻറ്റ്സിൽ നിന്നാണ് അത് വരുന്നത്. ആൻഡ് ഹൂസ് എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ്, അത് ആക്ച്വലി ഉണ്ടോ, അങ്ങനെ ഒരു അസറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആകുന്നത് ഓൺലി ബൈ ദ ഒക്യൂറൻസ് ഓർ നോൺ ഒക്യൂറൻസ് ഓർ വൺ ഓർ മോർ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ഒന്നോ അതിലധികമോ അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇവൻസിൻ്റെ ബേസിൽ മാത്രമേ നമ്മൾ പറഞ്ഞ ആ ഒരു അസറ്റ് ആക്ച്വലി ഉണ്ടോ, ഒക്യൂർ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് നോട്ട് ഓൾ ഇൻ ദ കൺട്രോൾ ഓഫ് ദി എൻ്റർപ്രൈസ്. അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫുള്ളി എന്താണ്, നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ കൺട്രോളല്ല. അതുകൊണ്ടാണെന്ത് ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അസറ്റായിട്ട് വരുമോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനിലോട് നോക്കാം. ഫസ്റ്റ് പറയുന്ന ഓപ്ഷൻ എ, ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ കമ്പനി നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. കമ്പനിക്ക് എതിരെയുള്ള അല്ലേ ക്ലെയിംസ് ആണല്ലേ, അത് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റായിട്ട് അക്നോളജ് ചെയ്തില്ല. ഫ്യൂച്ചറിൽ അത് ഡെപ്റ്റ് ആവാതിരിക്കാം. സോ ഇറ്റ്സ് എ കണ്ടിജൻ ലയബിലിറ്റി ആണ്. ദെൻ ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് ബൈ ദ കമ്പനി ബട്ട് നോട്ട് എറ്റ് മെച്യൂർഡ്. ബിൽ ഡിസ്കൗണ്ട് ചെയ്ത സമയത്ത് ഒരു ലയബിലിറ്റി വന്നു, പക്ഷെ അതൊരു മെച്യൂർ ആയില്ല. മെച്യൂർ ആകുമ്പോൾ അതെന്താണ്, ലയബിലിറ്റി ആവാതിരിക്കാം. ദ നെക്സ്റ്റ്, ആരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഓൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. ഇവിടെ എന്താണ്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റിൻ്റെ അരിയറാണ് അല്ലേ, ഈ കൊല്ലം കൊടുത്തില്ല. അപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ ആ അരിയർ കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം അതെന്താണ് ലയബിലിറ്റി ആണ്, അതെന്താണ് ഇപ്പോൾ സംഭവിക്കില്ല, അടുത്ത കൊല്ലമാണെന്ന് അരിയറായിട്ടത് ട്രീറ്റ് ചെയ്യുക. അപ്പം എന്താ താഴെ തന്നിരിക്കുന്ന എല്ലാം എന്താണ് കണ്ടിജൻ്റ് ലയബിലിറ്റി കണ്ണാണ്, ഫ്യൂച്ചറിലാണ് അത് അറിയാൻ പറ്റുക. സോ നൺ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേസ്റ്റിംഗ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ. വേസ്റ്റിംഗ് അസറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ഹാവിങ് ലോ റിയലൈസബിൾ വാല്യൂ ആൻഡ് ഹെൻസ് സോൾഡ് ആ സ്ക്രാപ്പ്. റിയലൈസബിൾ വാല്യൂ കുറഞ്ഞ് സ്ക്രാപ്പായിട്ട് സോൾഡ് ഔട്ട് ചെയ്യുന്നതാണ് വേസ്റ്റിംഗ് അസറ്റ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഓപ്ഷൻ ബി, ഹാവിങ് ഹൈ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഡിപ്രീസിയേഷൻ കൂടുതലും മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലുമുള്ള ഇതിനെയാണ് എന്താ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, എക്സ്ഹോസ്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് വർക്കിങ്ങിൻ്റെ സമയത്ത് എക്സ്ഹോസ്റ്റഡ് ആയി പോകുന്ന സമയത്താണ്. ഓപ്ഷൻ ഡി, ഹാവിങ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ബട്ട് ലോ റിട്ടേൺ കുറവും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഏതാണ്, എക്സ്ഹോസ്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് വർക്കിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് എക്സ്ഹോസ്റ്റഡ് ആയി പോകുന്ന അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം വേസ്റ്റിംഗ് അസറ്റ് എന്താണെന്ന്. The wasting assets are assets that decrease in value or quantity over time. ടൈമിനനുസരിച്ച് എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റിയും വാല്യൂ എന്താ ഡിക്രീസ് ചെയ്യാണ്. ഡ്യൂ ടു എന്തുകൊണ്ട്,
യൂസേജ് എക്സ്ട്രാക്ഷൻ ഓർ ടൈം ബേസ്ഡ് എക്സ്ഹോഷന് യൂസേജ് കൊണ്ടോ അത് ആ ടൈമിൻ്റെ ബേസിലൊക്കെ എന്താണ് അത് എന്താ ക്വാണ്ടിറ്റിയിലോ വാല്യൂയിലോ ഡിക്രീസ് സംഭവിക്കുന്നതിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാജുവലി ലോസ് ദെയർ ക്വാണ്ടിറ്റി, അപ്പോൾ പയ്യെ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ എക്സാമ്പിൾസ് പറഞ്ഞാൽ ഈ നാച്ചുറൽ റിസോഴ്സുകളായ മൈൻസ്, ക്വാറീസ് ഒക്കെയാണ് വേസ്റ്റിംഗ് അസറ്റിന് എക്സാമ്പിൾ പറയുക. കാരണം അത് എടുക്കും തോറും തീർന്നുകൊണ്ടിരിക്കുക, വീണ്ടും വരില്ല. സോ മൈന്, ക്വാറി ഇതൊക്കെ എന്താണ് വേസ്റ്റിംഗ് അസറ്റാണ്. വേസ്റ്റിംഗ് അസറ്റിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സുകളുടെ ഡിപ്രീസിയേഷനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഡിലാപ്പിഡേഷൻ എന്ന് പറഞ്ഞാൽ? ലീസ് ഹോൾഡ് പ്രോപ്പർട്ടികളുടെ ഡിപ്രീസിയേഷനാണ് ഡിലാപ്പിഡേഷൻ എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡിപ്രീസിയേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.